ഹായ്, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽ വിത്ത് അബ്രാമി എന്നാണ്. സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ തന്നെ മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ. ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ അവരുടെ ചർമ്മം, മുഖം എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. നിങ്ങൾ സ്കിൻ ടൈപ്പ് അറിയില്ലെങ്കിൽ ഞാനൊരു കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അത് കണ്ടിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൽ നമ്മൾ ഓയിലി സ്കിന്നാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓയിലി സ്കിൻ എന്ന് വെച്ചാൽ നമ്മുടെ സെബം ഓവറായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ ഫേസിൽ എപ്പോഴും ഒരു എണ്ണമയമായിരിക്കും. മേക്കപ്പൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ മൂക്കിൻ്റെ സൈഡിലായിട്ടും നമ്മുടെ ഫേസിലൊക്കെ എപ്പോഴും ഒരു എണ്ണ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീലായിരിക്കും നമുക്കുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫേസിൽ ഒത്തിരി ഓയിലി പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പതയുള്ള സോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്യും അല്ലേ. ഒന്നെങ്കിൽ സോപ്പോ ഫേസ് വാഷോ ഒക്കെ നമ്മൾ വളരെ ഹാർഷായിട്ടുള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ തെറ്റാണ്. അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് പയറോ കടലമാവോ ഒക്കെ പൊടിച്ച് വെച്ചിട്ട് ഒരു നനവില്ലാത്ത ഒരു ഡപ്പയ്ക്കകത്തിട്ട് അടച്ച് നന്നായിട്ട് കയറാത്ത രീതിയിൽ അടച്ചു വെച്ചാൽ കുറച്ച് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് രാവിലെയും വൈകിട്ടുമായിട്ട് നമുക്ക് ഫേസ് വാഷിന് പകരം നമുക്ക് വീട്ടിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാനും വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഫൈനായിട്ട് ഈ പൊടി പൊടിച്ച് വെക്കുക കേട്ടോ. അതിലൊട്ടും തരിതരിപ്പ് കാണാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിന് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതൊരു ഹാർഷായിട്ട് ആവും. അതുകൊണ്ടാണ് നല്ല ഫൈനായിട്ടുള്ള പൊടിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, രാവിലെയും വൈകിട്ടും നമുക്ക് യൂസ് ചെയ്യാം. വളരെ നല്ലതാണ്. അതിനുശേഷം നമുക്ക് ടോണറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ടോണറായിട്ട് നാച്ചുറലായിട്ട് വീട്ടിലുള്ള ടോണർ ഉപയോഗിക്കാവുന്നതാണ്. അത് ഒന്ന് കുക്കുംബറാണ്. കുക്കുംബർ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഒരു വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിൽ അത് ഒഴിച്ചിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ടോണറിന് പകരം നമ്മുടെ ഓപ്പൺ പോർട്സ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് അത് മിനിമൈസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ചെറുതായി ഓപ്പൺ പോർട്ട്സൊക്കെ ചെറുതായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് വളരെ നല്ലതാണ്. പിന്നെ ഒന്ന് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. റോസാപ്പൂ ഉണ്ടെങ്കിൽ അതെടുത്ത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ബോട്ടിൽ വെള്ളം നനവൊന്നും ഇല്ലാതെ ഇത് നന്നായിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ നമുക്ക് യൂസ് ചെയ്യാം. സ്പ്രേ ചെയ്ത് കൊടുക്കാം രാവിലെയും വൈകിട്ടും. അങ്ങനെ യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പിമ്പിൾസൊക്കെ കുറഞ്ഞ് നമ്മുടെ ഫേസിനും വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മുടെ ഫേസിലെ ഓയിൽനെസ്സിനെയൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഒരു പൗഡറാണ് മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത്. നല്ല ഓയിൽ നമ്മളെ നല്ല കൺട്രോൾ ചെയ്യും. പക്ഷേ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല. നമ്മുടെ സ്കിന്നിൽ മുൾട്ടാനി മിട്ടി ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുക. വളരെ നല്ലതാണ്. പതിയെ ഓയിലൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ക്ലിയറായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓയിലി സ്കിന്നുകാർ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഫേസ് കഴുകാൻ ശ്രദ്ധിക്കുക. അതും 2 പ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം. ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ കടലപ്പൊടിയോ പയറുപൊടിയോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴുകുക കേട്ടോ. അത് ഇനി മേക്കപ്പ് ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ മേക്കപ്പ് ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഒരു വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ നമ്മുടെ മേക്കപ്പിനെയൊക്കെ ഒന്ന് പുറത്തുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ മേക്കപ്പൊക്കെ അത്യാവശ്യം ഒന്ന് ഇളകി വരുന്ന ആ ഒരു രീതിയിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ ഈ പയറുപൊടി വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. പയറുപൊടി ഇല്ലെങ്കിൽ കടല പൊടി എടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഫേസ് വാഷ് വെച്ച് ഒന്നുകൂടി ഒന്ന് ഫേസ് കഴുകി കൊടുക്കുക. നന്നായിട്ട് ഓയിൽ നമ്മുടെ ഫേസിൽ നിന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ ഫേസിൽ അങ്ങനെ മേക്കപ്പിൻ്റെ എന്തെങ്കിലും അംശങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പോർട്സിനുള്ളിലേക്ക് ഇറങ്ങി ഡസ്റ്റും മേക്കപ്പും എല്ലാം കൂടെയൊക്കെ ഇറങ്ങിയിട്ട് പിമ്പിൾസ് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് ഓയിലി സ്കിന്നുള്ളവർക്ക്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഓയിലി സ്കിന്നിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, മറ്റൊരു വീഡിയോ കാണുന്നവരെ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.